2014 മാർച്ച് 8 ഏകദേശം 12:40 മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് നമ്പർ MH370 എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് ബെൽജിയം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് യാത്ര ആരംഭിച്ചു. അന്ന് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് 277 പാസഞ്ചേഴ്സും അതോടൊപ്പം 11 പേര് ചേർന്ന ഫ്ലൈറ്റ് ക്രൂ ആയിരുന്നു അന്ന്. എന്നാൽ യാത്ര ആരംഭിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതും എല്ലാ റേഡാർ സിഗ്നലിൽ നിന്നും ആ ഫ്ലൈറ്റ് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. അതായത് 288ഓളം പേര് ചേർന്ന ഒരു ഫ്ലൈറ്റ് പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. ആ ഫ്ലൈറ്റ് എവിടെയാണ് പോയതെന്നും ആ ഫ്ലൈറ്റിന് എന്താണ് സംഭവിച്ചതെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Diaries. മലേഷ്യയിൽ നിന്ന് ബെൽജിയം എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി MH370 എന്ന് പറയുന്ന ഫ്ലൈറ്റ് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് 277 പാസഞ്ചേഴ്സും ഫ്ലൈറ്റ് ക്രൂ മെമ്പേഴ്സുമായിരുന്നു. അങ്ങനെ ഏകദേശം 12:40 ആ ഫ്ലൈറ്റ് അവിടുന്ന് ടേക്ക് ഓഫ് ആവുകയും ആ ഫ്ലൈറ്റ് ഏകദേശം 35,000 അടി ഉയരത്തിലേക്ക് എത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആ ഫ്ലൈറ്റ് പറക്കാൻ ആരംഭിച്ച് ഏകദേശം 1.25 മണിക്കൂർ ആയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ റേഡാർ സിഗ്നലിൽ നിന്നും ഈ ഫ്ലൈറ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അതിനുശേഷം മലേഷ്യൻ ഗവൺമെന്റ് ആയാലും എയർപോർട്ട് അതോറിറ്റീസ് ആയാലും പല ഫ്ലൈറ്റിനെ അന്വേഷിക്കാൻ തുടങ്ങി. അവർ ആദ്യം അന്വേഷിച്ചത് ഈ ഫ്ലൈറ്റ് അവസാനമായി റേഡാർ സിഗ്നൽ എവിടെയാണ് കാണിച്ചതെന്ന് വെച്ചാൽ മലേഷ്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ഫ്ലൈറ്റിനെ അവസാനമായി കണ്ടത്. എന്നാൽ മലേഷ്യൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ള 34ഓളം കപ്പലുകളും 23ഓളം ഹെലികോപ്റ്റേഴ്സുമാണ് ഈ തെരച്ചിലിൽ അവർ യൂസ് ചെയ്തത്. ഇത്രയും വലിയ ലെവലിൽ തെരച്ചിൽ നടത്തിയിട്ടും ഈ ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ഒരു കാര്യവും ആർക്കും തന്നെ കിട്ടിയില്ല. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവർക്കൊരു കാര്യം അറിഞ്ഞത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിക്ക് ചുറ്റും 24 മണിക്കൂറും സർവേലൻസ് പോലെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാറ്റലൈറ്റുകൾ ഭൂമിയിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും പകർത്തിയെടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് പറന്നു പോകുന്ന എയറോപ്ലെയിനുകളുടെ ചിത്രങ്ങളും ഈ സാറ്റലൈറ്റിൽ പകർത്താറുണ്ട്. ഒരു സാറ്റലൈറ്റിൽ ഈ MH370 ചിത്രങ്ങൾ ലഭിക്കുകയും ചെയ്തു. അവരെ ചിത്രം പരിശോധിച്ച് നോക്കിയപ്പോൾ അങ്ങനെ അവസാനം മലേഷ്യയുടെ ഈസ്റ്റ് കോസ്റ്റിലൂടെ യാത്ര ചെയ്യുകയും ഫ്ലൈറ്റ് നേരെ മലാക്ക എന്ന് പറയുന്ന കടലിലെ ഭാഗത്തേക്ക് പോവുകയും അവിടെ നിന്ന് താഴോട്ട് പോകുന്നതുമാണ് ഈ സാറ്റലൈറ്റിൽ നിന്ന് അവസാനമായി കിട്ടിയ ചിത്രം. എന്നാൽ അതിനുശേഷം ഈ ഒരു ഫ്ലൈറ്റ് ഈ സാറ്റലൈറ്റിൽ നിന്നും അപ്രത്യക്ഷമായി പോവുകയാണ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ഇവർ ആ പ്രദേശങ്ങൾ മുഴുവനായും പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ഈ ഒരു ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ഒരു തെളിവും അവർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം വലിയ ലെവലിലുള്ള അന്വേഷണം നടത്തുകയും ഏകദേശം 1.5 വർഷത്തിനു ശേഷം ഈ മലേഷ്യൻ 317 എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിന്റെ ഭാഗം എന്ന് കരുതുന്ന ഒരു പീസ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 2015 ഫ്രാൻസിലുള്ള ലാൻഡ് ഓഫ് ദ റിയൂണിയൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഏകദേശം 6 അടിയോളം നീളമുള്ള ഒരു ബോയിങ് 777 മോഡൽ എയറോപ്ലെയിനിന്റെ ഒരു അവശിഷ്ടം അവിടെ നിന്ന് അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ ബോയിങ് 777 എന്ന് പറയുന്ന മോഡൽ എയറോപ്ലെയിൻസിൽ അതേ ഗണത്തിൽ പെടുന്ന ഒരു എയറോപ്ലെയിൻ ആയിരുന്നു ഈ MH370 എന്ന് പറയുന്നത്. നാളുകൾക്ക് ശേഷം ഇന്ത്യൻ സമുദ്രത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ MH370 പല അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ഫ്ലൈറ്റിന്റെ ബ്ലാക്ക് ബോക്സ് ആയാലും അതിന്റെ ക്യാബിൻ ക്രൂവിലുണ്ടായിരുന്ന റെക്കോർഡർ ആയാലും അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളെ അവർ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ ആ ഫ്ലൈറ്റിൽ അന്ന് നടന്നത് ഒരു ആക്സിഡന്റ് അല്ല എന്നും ആരും മനഃപൂർവ്വം ഈ ഫ്ലൈറ്റിനെ കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൊണ്ട് ഇറക്കിയതാണ് എന്നാണ് അവർ പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരൂ.